ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തുടർച്ചയായ രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുകയാണ്. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ ആവർത്തിക്കുന്നത്. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന ഇന്നലെ പേരൂർക്കട ആശുപത്രിയിൽ നടന്നു. അതേസമയം രണ്ടാം പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി രഹസ്യമൊഴി നൽകി. തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. നിയമപരമായ പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലായിരുന്നു. പരാതി വ്യാജമെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതുകൊണ്ടാണ് രഹസ്യമൊഴി നൽകാൻ തയ്യാറായതെന്നാണ് യുവതി വ്യക്തമാക്കുന്നത്. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങളുമായി മുന്നോട്ടു പോകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത്. പക്ഷേ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കേസിലെ പരാതിയിൽ രാഹുൽ എന്താണ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി? ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം ദിവസവും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ പേരൂർക്കടയിലെ പോലീസിന്റെ ക്യാമ്പ് ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാവിലെ 10 മണിയോടെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. പിന്നീട് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെത്തുകയും അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരൂർക്കട ആശുപത്രിയിലെത്തിച്ച് ശേഷി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് ഒരു ജീവിതാവസാനം വരെ തുടരുന്ന ഒരു ലൈഫ് ലോങ് റിലേഷൻ ആണ് എന്ന് താൻ ഉറപ്പ് നൽകിയിരുന്നില്ല ഈ പരാതിക്കാരിക്ക് എന്നാണ് രാഹുൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രാപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്തത്. അതിന് പിന്നിലൊരു മാനിപ്പുലേഷൻ ഉണ്ട്. അത് തനിക്കെതിരായി നടന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കോളുകൾ റെക്കോർഡ് ചെയ്യുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായതെന്നും കൂടി അന്വേഷണ സംഘത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെളിപ്പെടുത്തി. അതേസമയം തൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ പാസ്വേഡ് തൻ്റെ മുമ്പിൽ നിന്ന് ഫോൺ പരിശോധിച്ചാൽ മാത്രമേ പറഞ്ഞു തരികയുള്ളൂ എന്ന നിലപാടിലാണ് രാഹുൽ. കാരണം തനിക്ക് അനുകൂലമായ തെളിവുകൾ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടും എന്ന നിലപാടിലാണ് രാഹുൽ ഉള്ളത്. ഒരുപക്ഷെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അത്തരമൊരു മറുപടി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഫോണുകൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഫോണുകൾ കൂടി പിടിച്ചെടുത്തത്. അന്നും പാസ്വേഡ് പറഞ്ഞു നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ തയ്യാറായിരുന്നില്ല. പിന്നീട് അത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയാണ് എന്ന സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ കൂടി ഈ ചോദ്യം ചെയ്യലടക്കം തുടരും. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഒരുപക്ഷെ അന്വേഷണത്തോട് സഹകരിക്കാത്ത ഒരു സമീപനമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അത് കൃത്യമായി കോടതിയെ അറിയിക്കാനുള്ള ഒരു നീക്കമായിരിക്കും നടക്കുക. അതേസമയം ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് അതിനെ സമ്മർദ്ദം ചെലുത്തിയോ എന്നതടക്കമുള്ള നേരത്തെ ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന സമയങ്ങളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതോടൊപ്പം ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനായി. മൂന്നാമത്തെ ഉപാധി ഫോൺ ഹാജരാക്കണമെന്നായിരുന്നു. പക്ഷെ അത് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനോട് പൂർണ്ണമായും വിയോജിപ്പ് കാണിക്കുന്നു. ഈ ഫോൺ എവിടെയുണ്ടെന്ന് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? അതിലെ പാസ്വേഡ് കൈമാറുക മാത്രമല്ലല്ലോ, ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൈവശമുണ്ടോ? അത് അന്വേഷണ സംഘത്തിന് കൈമാറാൻ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് പറയുന്ന ന്യായം എന്താണ്? ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. അതായത് മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു അന്വേഷണ സംഘം. അതിനുശേഷമാണ് പത്തനംതിട്ട എയർ ക്യാമ്പിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തത്. അന്ന് ഫോണിൻ്റെ പാസ്വേഡ് പറഞ്ഞു നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനെ വിസമ്മതിക്കുകയായിരുന്നു രാഹുൽ. അതായത് അന്ന് പറഞ്ഞിരുന്ന കാര്യം തനിക്ക് അനുകൂലമായ തെളിവുകൾ നശിപ്പിക്കപ്പെടും, അതുകൊണ്ട് പാസ്വേഡ് പറഞ്ഞു നൽകാൻ കഴിയില്ല എന്നായിരുന്നു. അതേ സമാനമായ ശൈലി തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയപ്പോൾ പാസ്വേഡ് ചോദിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ പറഞ്ഞത്. പക്ഷേ ഫോൺ ഇതിനോടകം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഫോണുകൾ FSL പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി
ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ അതിലെ വിവരങ്ങൾ വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമമാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, പരാതിക്കാരി നൽകിയിരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന ഡിജിറ്റൽ രേഖകളുണ്ട്. ഇതെല്ലാം അന്വേഷണ സംഘം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഫോണിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അത് FSL പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. അതേസമയം പാസ്വേഡ് തന്റെ മുമ്പിൽ വെച്ച് ഫോൺ പരിശോധിച്ചാൽ മാത്രമേ പറഞ്ഞു തരികയുള്ളൂ എന്ന നിലപാടിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് SITയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചന. അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം വിശദമായി തന്നെ കോടതിയെ അറിയിക്കും എന്നുകൂടി SIT അറിയിക്കുന്നുണ്ട്. തീർച്ചയായും അതോടൊപ്പം ഈ രണ്ടാമത്തെ പീഡന പരാതിയിൽ അതിജീവിത കോടതിയിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വിവാഹം ചെയ്യാൻ രാഷ്ട്രജീവിതം അനുവദിക്കില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഈ രഹസ്യമൊഴിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ? എന്താണ് ഈ അതിജീവിത കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ? KPCC അധ്യക്ഷന് ഒരു 23-കാരി അയച്ച പരാതിയാണ് ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കം. ആ പരാതി പിന്നീട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു. പോലീസ് മേധാവി അത് ക്രൈംബ്രാഞ്ച് സംഘത്തിന് അന്വേഷണത്തിനായി കൈമാറുന്നു. ആദ്യഘട്ടത്തിൽ നിയമപരമായി തനിക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്നായിരുന്നു നേരിൽ കണ്ട അന്വേഷണ ഉദ്യോഗസ്ഥരോട് യുവതി വെളിപ്പെടുത്തിയത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു പരാതിയില്ല, ആ സംഭവം കെട്ടിച്ചമച്ചതാണ്, അത് തനിക്കെതിരായ ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന നിലപാട് മാധ്യമങ്ങളോട് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. അതിനു പിന്നാലെയാണ് ഈ പരസ്യമായ പ്രതികരണങ്ങൾ തുടർച്ചയായി മാധ്യമങ്ങളിൽ വാർത്തയായതിന് പിന്നാലെ അതിൽ പ്രകോപിതയായി ഈ പരാതിക്കാരിയായ 23-കാരി നേരിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിലെത്തി 164 സ്റ്റേറ്റ്മെന്റ് അഥവാ രഹസ്യമൊഴി നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഈ പരാതിക്കാരി നേരിട്ടെത്തി, ഈ രണ്ടാം കേസിലെ പരാതിക്കാരി നേരിട്ടെത്തി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. ഇതോടെ ഈ പരാതിക്ക് നിയമസാധുത കൈവന്നിരിക്കുകയാണ്. അതായത് രാഹുലിനെതിരെ പോലീസ് സംവിധാനങ്ങൾക്ക് മുമ്പിലെത്തിയ 3 കേസുകളിലും പരാതിക്കാരായിരുന്നവർ ഇതോടെ 3 പേരും രഹസ്യമൊഴി നൽകിയിരിക്കുന്നു. അങ്ങനെ 3 കേസുകളിലും ഒരു നിയമസാധുത ഈ പരാതി ഇങ്ങനെ രഹസ്യമൊഴിയായി മജിസ്ട്രേറ്റിന് മുമ്പിൽ സമർപ്പിച്ചതോടെ അതിനൊരു നിയമസാധുത കൈവന്നിട്ടുണ്ട്. ഇനി മജിസ്ട്രേറ്റ് സാക്ഷിയായി ഈ മൊഴി അത് റെക്കോർഡ് ചെയ്ത് അന്വേഷണ സംഘത്തിന് കൈമാറും. അന്വേഷണ സംഘത്തെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു നടപടിക്രമമാണ് ബാക്കിയാകുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിൽ ആ കേസിൽ കൂടുതൽ വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്തിയേക്കും. തുടർ നീക്കങ്ങൾ അതിനോടനുബന്ധിച്ച് വേഗത്തിലാക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് SIT. അതേസമയം രഹസ്യമൊഴിയിൽ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ കൂടി ഈ യുവതി കൈമാറിയിട്ടുണ്ട് എന്നാണ് വിവരം. അത് എന്തൊക്കെയാണെന്നോ എന്താണ് അതിന്റെ പരാതിയുടെ സ്വഭാവമെന്നോ നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ അത് ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളാണ് എന്നുള്ള സൂചനകളാണ് നമുക്ക് SITയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പരമാവധി തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഫോണിലെ വിവരങ്ങൾ ഇതുവരെയും കൈമാറാത്തത് അന്വേഷണത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണോ? പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണിൽ ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകാം. രാഹുൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യമുണ്ട്, ഈ പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള ചില വിവരങ്ങൾ തൻ്റെ കൈവശമുണ്ട് എന്ന്. സ്വാഭാവികമായും ഈ ഫോണിലെ വിവരങ്ങൾ പാസ്വേഡ് അടക്കം കൈമാറാത്തത് എത്രത്തോളം അന്വേഷണത്തിന് തിരിച്ചടിയാകും? അതായത് അത്തരത്തിൽ പാസ്വേഡ് സ്വമനസാണ് രാഹുൽ കൈമാറാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഹാക്കർമാരുടെ സഹായത്തോടെ അല്ലെങ്കിൽ അത് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ അതിലെ വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കുന്നതിനുള്ള ഒരു നീക്കം അന്വേഷണ സംഘം നടത്തുന്നത്. അത് ഫലം കാണാനാണ് സാധ്യത. കാരണം ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന കേരളത്തിന് പുറത്തുള്ള ഒരു ലാബിൽ നടക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. അതേസമയം രാഹുലിൻ്റെ ലാപ്ടോപ്പ് കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘം ആദ്യം നടത്തിയിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല. എന്തായാലും ഈ കേസിൽ മറ്റ് സാക്ഷികളില്ല. അതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. ഇതിൽ കൃത്യമായി ശാസ്ത്രീയമായ തെളിവുകൾ, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകളാകും ഏറ്റവും നിർണായകമായി മാറുക. മാത്രമല്ല ഈ ആദ്യ കേസിലെ പരാതിക്കാരിയുടേതായി പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖകൾ, രാഹുലുമായി ഈ ഭീഷണിപ്പെടുത്തി സംസാരിച്ചു എന്ന പേരിൽ പ്രചരിച്ച ശബ്ദരേഖകൾ, ഇതിൻ്റെയൊക്കെ ആധികാരികത ഉറപ്പാക്കുക എന്നൊരു വെല്ലുവിളി കൂടി അന്വേഷണ സംഘത്തിന് മുമ്പിലുണ്ട്. അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷം അത് ഫോറൻസിക് പരിശോധനയിലൂടെയാണ് ആധികാരികത ഉറപ്പുവരുത്തുന്നത്. ആ പരിശോധനയിൽ അത് ഇവരുടെ തന്നെ ശബ്ദമാണ് എന്ന് വന്നാൽ അത് കൃത്യമായി പ്രോസിക്യൂഷന് ശക്തമായ ഒരു വാദമുഖമായി കോടതിയിലേക്ക് വാദിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ അത് രാഹുലിന് മുൻപിൽ ഒരു വെല്ലുവിളിയായി മാറും. അതായത് ഈ ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി എന്നതാണ് ഈ പരാതിയിലെ പ്രധാനപ്പെട്ട പരാമർശം. അതിനപ്പുറത്തേക്ക്
തനിക്കിതിൽ ബലാത്സംഗ പരാതി നിലനിൽക്കില്ല, കാരണം അതിനുള്ള സാധ്യത കുറവാണെന്ന് കോടതിയുടെ നിരീക്ഷണം തന്നെ വന്നു കഴിഞ്ഞൊരു പശ്ചാത്തലമുണ്ട്. അതിൽ ഗൗരവ സ്വഭാവമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി എന്നതാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഈ ശബ്ദരേഖ അടക്കം വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ആദ്യ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ലൈംഗിക ശേഷി പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.